ഹായ് ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ്. എൻ്റെ ചിത്രാസ് വ്ലോഗ് എന്ന ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരോടും ഞാൻ നന്ദി പറയുവാണ്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ചാനലിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളൊക്കെ നല്ല രീതിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇന്ന് മോണി ആവാൻ പറ്റിയത്. അത് തുടർന്നും അങ്ങനെ തന്നെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അങ്ങനെ തന്നെ ഉണ്ടാവണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു 11 മാസമായി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വർഷത്തിൽ മോണി ആക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാകുമ്പോൾ എനിക്ക് അങ്ങനെ ടൈം ലിമിറ്റ് ഉണ്ട്. എനിക്ക് ജോലിക്ക് പോയതിന് ശേഷം വൈകിട്ട് വന്നിട്ടാണ് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു സമയത്തിലാണ് എൻ്റെ ചാനലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. 6 മണി വരെ ജോലിയുണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ലൈവ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഒക്കെ എടുക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ ആദ്യം ഈ ഒരു ചാനൽ തുടങ്ങുന്നത് തന്നെ എൻ്റെ മകളാണ് എന്നെ നിർബന്ധിച്ചിട്ട് പറഞ്ഞ, അമ്മ നമുക്കൊരു ചാനൽ തുടങ്ങാമെന്ന് പറഞ്ഞ് പറഞ്ഞ സമയം തന്നെ എന്തായാലും ചാനൽ അങ്ങ് തുടങ്ങിയത് ഒരു രസം എന്നൊരു വീഡിയോ ഇട്ടിട്ടാണ്. അപ്പോൾ ആ രസത്തിൻ്റെ വീഡിയോയിലാണ് സത്യം പറഞ്ഞാൽ ചിത്രാസ് വ്ലോഗിൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നൊരു വീഡിയോ ഇട്ടു, ഷോർട്സ് ആണ് ഇട്ടു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം വീഡിയോസൊന്നും അങ്ങനെ ഇട്ടില്ല. പിന്നെ ഇടയ്ക്കൊക്കെ പറ്റുന്ന രീതിക്കൊക്കെ വീഡിയോസൊക്കെ ഇട്ടു. പക്ഷെ അന്നൊന്നും എനിക്കിതിൻ്റെ ഒരു കാര്യങ്ങളും എനിക്ക് അറിയത്തില്ല. ഞാനത് പഠിച്ചു വരണതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇത് എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കത്തില്ല. ഞാൻ എപ്പോഴും മോളോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് മോൾ ഓരോന്നും പറഞ്ഞു തന്നു. പിന്നെ എനിക്ക് സഹായിക്കാൻ എൻ്റെ പിള്ളേരെല്ലാം ഉണ്ടായിരുന്നു. അപ്പം അവരൊക്കെ നല്ല രീതിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് ദിവസം കൊണ്ട് തന്നെ എന്തായാലും ഈ ചാനൽ ഒന്ന് മോണിയാക്കി എടുക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് വാച്ച് അവർ എന്ന് പറഞ്ഞാൽ ഇപ്പം 4000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവർ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യണം. എല്ലാവരും പറയും ചാനൽ തുടങ്ങി പക്ഷേ അത് ഓരോരുത്തരുടെ ലക്കാണ്. ചിലർക്ക് ഒരു 1-2 വീഡിയോയിൽ അല്ലെങ്കിൽ ഒരു 10 വീഡിയോയിലൊക്കെ മോണിറ്റൈസ് ആവാം. പക്ഷേ എനിക്കൊന്നും അത് പറ്റിയിരുന്നില്ല. നമ്മളൊക്കെ ആദ്യം ഇട്ട വീഡിയോസിനൊക്കെ ചെറിയ വ്യൂസൊക്കെയാണ് വന്നിരുന്നത്. പക്ഷെ വീണ്ടും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. നമ്മുടെ കിട്ടുന്ന സമയത്തിൽ നമ്മളൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാനലൊക്കെ മോണിറ്റൈസ് എടുക്കാൻ വളരെ ഈസിയാണ്. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അവരുടെ വീട്ടിലുള്ള ചെറിയ വ്ളോഗുകളോ അല്ലെങ്കിൽ വീട്ടിലുള്ള കുക്കിംഗ് ആയിക്കോട്ടെ, കിച്ചൻ്റെ ക്ലീനിങ് ആയിക്കോട്ടെ, ഇപ്പോൾ അവരെന്താണോ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ ഒന്ന് വീഡിയോ ആയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു വരുമാനം അവർക്ക് ഉറപ്പാക്കാം. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ഇപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന എനിക്ക് ഈ ഒരു ചാനൽ മോണിറ്റൈസ് ആക്കി എടുക്കാൻ പറ്റിയെങ്കിൽ ഞാൻ പറയുന്നത് എന്തായാലും എനിക്ക് പകൽ സമയം ഞാൻ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇതിനെല്ലാം സമയം ചിലവഴിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് എന്തായാലും പറ്റുന്ന കാര്യമാണ്. പിന്നെ ഈ 1000 സബ് എന്ന് പറയുന്നത് ഇപ്പോൾ വീണ്ടും അത് മാറിയിട്ടുണ്ട്. 500 സബിൻ്റെ ആവശ്യമുള്ളൂ. 500 സബും 3000 വാച്ച് അവർ ആകുമ്പോൾ ഹാഫ് മോണി ആവും. 4000 വാച്ച് അവർ ആകുമ്പോഴത്തേക്ക് ഫുൾ മോണി ആവും. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, പിന്നെ വലിയ വീഡിയോ ഇട്ടിരുന്നു, ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം ലൈവും ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈവ് ഞാൻ ആദ്യം ചെയ്തത് ഞാൻ ആദ്യം തൊട്ടേ ഫേസ് ലൈവ് തന്നെയാണ് ചെയ്തത്. ഫേസ് ലൈവ് ചെയ്ത് വ്യൂസൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയപ്പോഴത്തേക്കാണ് വാച്ച് അവർ ശരിക്കും ഒന്ന് മൂവായി വന്നത്. ഈ ലൈവൊക്കെ ഇട്ടപ്പോഴത്തേക്ക് അല്ലാണ്ട് വാച്ച് അവർ ഒന്നും കയറുന്നില്ലായിരുന്നു. ലൈവിൽ വാച്ച് അവർ നന്നായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. ആ സമയം അത് കുറേ ഇങ്ങനെ പോയപ്പോഴും വീഡിയോസും അതിൻ്റെ ഇടയിൽ ഇട്ടിരുന്നു. എൻ്റെ വീഡിയോ അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു, അയ്യോ എൻ്റെ വീഡിയോ മാത്രം എന്തോ വ്യൂസ് ഒന്നും വരുന്നില്ലല്ലോ എന്ന്. പക്ഷെ ഞാനൊരു ഗ്രേ ഹെയറിൻ്റെ ഒരു വീഡിയോ ഇട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ആ വീഡിയോ നന്നായിട്ട് അങ്ങ് റീച്ചായി. ഒരു 10K അടുപ്പിച്ച് വ്യൂസ് വന്നായിരുന്നു, വലിയ വീഡിയോ. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം നമ്മളുടെ വീഡിയോയും എന്തായാലും റീച്ച് ആവും എന്നുള്ളത്. പിന്നെ ഞാനിങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ പോയി. ആദ്യം ഞാൻ കുക്കിംഗ് വീഡിയോസാണ് ഇട്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനൊന്ന് അല്ലാണ്ട് നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങി. അപ്പോൾ അതേപോലെ ഇത്തിരി വീഡിയോസ് എല്ലാം എനിക്ക് അത്യാവശ്യം വ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒട്ടും വ്യൂസ് ഇല്ലാത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ 100-നകത്ത് വ്യൂസ് വന്ന വീഡിയോയും ഉണ്ട്.
അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോയും നമുക്ക് വ്യൂസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അത് ഓരോ വീഡിയോയുടെയും ക്വാളിറ്റിയും അല്ലെങ്കിൽ ആ വീഡിയോയുടെ കണ്ടന്റും ആ വീഡിയോ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിലും ഒക്കെ ആണെങ്കിൽ ആ വീഡിയോ റീച്ച് ആവുന്നത്. പിന്നെ നമ്മളൊന്ന് പോപ്പുലർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട, പിന്നെ നമ്മൾ എന്ത് ചവറ വീഡിയോ ഇട്ടിരുന്നാലും അത് ഓടും. അതുവരെ നമ്മൾ എന്തായാലും നന്നായിട്ട് തന്നെ വീഡിയോ ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് വലിയ വില കൂടിയ ഫോണോ അല്ലെങ്കിൽ ഇപ്പം ഭയങ്കര ഹൈഫൈ വീടോ ഒന്നും വേണ്ട. നമുക്കൊരു മൊബൈലും ഉണ്ട്, നമ്മളുടെ വീട്ടിൽ അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കണ്ടന്റും ഉണ്ട്, നമുക്ക് അതിനുള്ള മനസ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ പേർക്കും ഇതുപോലൊരു ചാനലൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ചാനൽ മോണി ആയി എടുക്കുന്ന സമയത്ത് വാച്ച് അവർ കയറാതിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷനായിരുന്നു. അയ്യോ വൺ അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു 1 ഇയർ ആകുമ്പോഴത്തേക്ക് മോണി ആയി കിട്ടണം എന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. നമ്മുടെ സമയത്തിന് പിന്നെ 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ആദ്യം ഇടുന്ന വീഡിയോയുടെ വാച്ച് അവർ കുറയും എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് പിന്നെ ആ ലാസ്റ്റ് സമയങ്ങളിൽ ഈ ഒരു ലാസ്റ്റ് 3 months ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നു. വെള്ളിയാഴ്ചയൊക്കെ കൂടുതൽ ടൈം ലൈവ് ഇടുകയും അതുപോലെ കുറേ വീഡിയോസൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. അത്യാവശ്യം എനിക്ക് വീഡിയോസും ലൈവും കൊണ്ട് തന്നെയാണ് ഞാൻ മോണി ആയത്. എനിക്ക് വലിയ വീഡിയോ VITയുടെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ മോൻ അവിടെ പഠിക്കുന്നുണ്ട്, കൂടുതൽ കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു അഡ്മിഷൻ ടൈമും കൂടെ ആയപ്പോൾ ആ വീഡിയോ എല്ലാം അങ്ങ് നന്നായിട്ട് റീച്ച് ആയി തുടങ്ങി. ഞാൻ VIT വീഡിയോ ഇട്ട് 2 വീഡിയോയും നന്നായിട്ട് വ്യൂസ് വന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ വീഡിയോയും ലൈവും നമുക്ക് ചെയ്യാൻ പറ്റുവാണ്. ലൈവ് ചെയ്ത് മാത്രം മോണി ആവുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ ഒരു കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു കാര്യമാണ്. അതിലൂടെ ഒരു ഇൻകവും വീട്ടമ്മമാരൊക്കെ ആണെങ്കിലും ഒരു ഇൻകവും അതിനോട് എന്തായാലും ഉണ്ടാവും. പിന്നെ ഇതിനൊക്കെ നമുക്കൊരു മനസ്സ് വേണം. മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റൂ. നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടുകാർ, നമ്മുടെ നാട്ടുകാരൊക്കെ നമ്മളെ അയ്യോ നിനക്ക് വേറെ പണിയൊന്നുമില്ല. എന്നോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ടോ, സത്യം എന്നോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ ഈ യൂട്യൂബ് ചാനൽ ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ഞാൻ അവരോടൊക്കെ അപ്പോഴും സൈലൻ്റ് ആയിട്ട് നിന്നു. എന്തായാലും ചാനലൊന്ന് മോണിയായി വരണം, അതെനിക്ക് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതെന്തായാലും ഞാനത് നടത്തിയെടുത്തു. അതുകൊണ്ട് ഈ നമ്മളെ കൂടെ പറയുന്ന ആൾക്കാരോടൊക്കെ പോയി പണി നോക്കാൻ പറ. അവരവരെ കാര്യം നോക്കിയിരുന്നാൽ മതി. നമ്മളെ ഇങ്ങോട്ട് കൂടുതൽ ഭരിക്കാനായിട്ട് വരണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. സത്യം ഞാൻ പറയാമല്ലോ, എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. എൻ്റെ ഈ ചാനൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് അതിൽ ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെ ഒന്നും നിന്നില്ല. എനിക്കൊരു എയിമുണ്ട്, ആ എയിമിൽ എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു ഈ ചാനലൊന്ന് മോണിറ്റൈസ് ആക്കി എടുക്കുക എന്നുള്ളത്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചത്. അതുകൊണ്ട് ബിഗിനേഴ്സിന് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നേടണം, നിങ്ങൾക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുറ്റുമുള്ളവരാരെയും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഫലം ഉറപ്പാണ്. നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും കിട്ടും. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുവാണ്, എൻ്റെ ലിമിറ്റായ ടൈമാണ് ഞാൻ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്തത്. അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്തുമായാലും റിസൾട്ട് കിട്ടും, ഉറപ്പാണ്. അപ്പം ബിഗിനേഴ്സായിട്ട് വരുന്ന ആൾക്കാരെല്ലാം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വർക്ക് ചെയ്ത് നോക്കൂ. ചാനലും മോണിയായി പിന്നെ നല്ല വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റവന്യൂ നമുക്ക് വരുന്നതാണ്. എനിക്കിപ്പോൾ മോണിറ്റൈസായി, അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം. ഓക്കെ, ബൈ.